സാരി ഉടുത്തൊരു ഫംഗ്ഷന് പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. പക്ഷെ അത് ഉടുക്കുന്ന പാട് ഓർക്കുമ്പോൾ വേണ്ടെന്ന് വയ്ക്കും. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെ ഒരു സാരി ഡ്രേപ്പ് ചെയ്യാമെന്ന് നോക്കാം. വരൂ നമുക്ക് പോകാം പുതിയൊരു വ്ളോഗിലേക്ക്. ഞാൻ ഇന്നിവിടെ ഡ്രേപ്പ് ചെയ്യാൻ പോകുന്ന സാരി ബോഡി കളർ വന്നിട്ട് ഒരു ഗ്രീൻ കളറും മുന്താണി വന്നിട്ട് ഒരു പിങ്ക് കളറുമാണ്. നമുക്ക് ആദ്യം ഈ ഷോൾഡറിലേക്ക് ഇടുന്ന ഭാഗത്തിൻ്റെ പ്ലീറ്റ്സ് എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 മെത്തേഡ് കാണിക്കുന്നുണ്ട്. ഒന്ന് നോർമൽ നമ്മൾ കൈ വെച്ച് പ്ലീറ്റ്സ് എടുക്കുന്ന പോലെ, അതായത് 3 വിരൽ ബാക്ക് സൈഡിൽ വെച്ചിട്ട് 2 വിരൽ ഇങ്ങനെ മാറ്റി മാറ്റി പിടിച്ച് പ്ലീറ്റ്സ് എടുക്കുന്ന രീതിയിലാണ് ആദ്യത്തെ മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാരി ഇങ്ങനെ തുറന്ന് പിടിച്ചിട്ട് ഇങ്ങനെ പകുതിയായിട്ട് മടക്കണം. എന്നിട്ട് ഇനി അതിനെ വീണ്ടും പകുതിയായിട്ട് മടക്കിയിട്ട് പിന്നെ ഒന്നുകൂടെ പകുതിയായിട്ട് മടക്കുക. ഇപ്പോൾ ഈ ഒരു വിട്ടിലാണ് നമുക്ക് വേണ്ടതെങ്കിൽ ആ ഒരു മെഷർമെൻ്റ് എടുത്തിട്ട് ആ ഒരു മെഷർമെൻറ്റിൽ പ്ലീറ്റ്സ് എടുക്കാം. കുറച്ചുകൂടെ ചെറുതായിട്ട് പ്ലീറ്റ്സ് വേണമെങ്കിൽ അതിനെ ഒന്നുകൂടെ ഇങ്ങനെ മടക്കി കഴിയുമ്പം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എത്ര വീതിയിൽ വരെ നമുക്ക് ഈ സാരി പ്ലീറ്റ് എടുക്കാൻ പറ്റുന്ന. അപ്പോൾ നമുക്ക് ചെറിയതായിട്ട് എടുക്കുമ്പോൾ ഒരു 10 പ്ലീറ്റ്സ് വരെ കിട്ടും കേട്ടോ, ആ രീതിയിലെടുത്താൽ. ഇപ്പം ഞാൻ എടുക്കുന്നത് നോർമലായിട്ട് നമ്മൾ സാരിക്ക് പ്ലീറ്റ്സ് എടുക്കുന്ന പോലെയാണ് ഇപ്പം എടുക്കുന്നത്. ഇതുപോലെ തന്നെ കൈ ഇങ്ങനെ വെച്ചിട്ട് 3 വിരൽ ബാക്ക് സൈഡിലും 2 വിരൽ ഇങ്ങനെ മാറ്റി മാറ്റി പിടിച്ച് ഞാൻ അതിനിങ്ങനെ പ്ലീറ്റ്സ് എടുക്കുക. എന്നിട്ട് ഇനി ആ പ്ലീറ്റ്സിനെ ഒന്ന് അടുക്കി പെറുക്കി വെക്കണം. അത് ഒരേ വിട്ടിൽ നല്ല നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനെ അടുക്കി പെറുക്കി വെക്കുന്നത്. ഇപ്പോൾ പ്ലീറ്റ്സൊക്കെ എടുത്തു. ഞാൻ അതിനൊരു പിന്ന് വെച്ച് സെക്യൂർ ചെയ്യുകയാണ് കേട്ടോ. ഇനി ഞാൻ ആ സാരി ഒരു ഡോറിലേക്ക് വയ്ക്കുക. ഈ മെത്തേഡ് നമ്മൾ സെറ്റ് മുണ്ട് ഡ്രേപ്പിങ്ങിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 4 വിരൽ വച്ചിട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് എടുക്കുക. ഇങ്ങനെ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നീറ്റായിട്ട് നല്ല ഒരേ രീതിയിലുള്ള പ്ലീറ്റ്സ് കിട്ടും. ഇപ്പം നമുക്ക് തലേദിവസം ഒക്കെ ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ പിറ്റേ ദിവസം സാരി ഉടുത്തിട്ട് പോകാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പം ഞാൻ മിക്കവാറും ഫങ്ഷനൊക്കെ പോകുന്നതിൻ്റെ തലേദിവസം ഈ തോളത്തേക്ക് ഇടുന്ന ഇതിൻ്റെ പ്ലീറ്റ്സ് ഇങ്ങനെ രാത്രി തന്നെ എടുത്ത് വയ്ക്കും. അപ്പോൾ പിറ്റേ ദിവസം സാരി ഉടുക്കാൻ ഭയങ്കര ഈസി ആയിട്ടിരിക്കും. നമ്മളിങ്ങനെ ചെറിയ സെക്ഷൻസിൽ ഇങ്ങനെ പ്ലീറ്റ്സ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഒരേ രീതിയിൽ നമുക്ക് ആ ഒരു ലെങ്ത്തിനനുസരിച്ച് നല്ല പ്ലീറ്റ്സ് കിട്ടും. അപ്പോൾ എനിക്ക് ഷോൾഡറിലേക്ക് എന്തോരമാണ് വേണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ പ്ലീറ്റ്സ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ചെറിയ ചെറിയ സെക്ഷൻസ് ആക്കിയിട്ട് പ്ലീറ്റ്സ് എടുത്തിട്ട് ഞാൻ പിന്നുകൊണ്ട് സെക്യൂർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് വേണ്ട ഒരു നീളത്തിൽ ഷോൾഡറിലേക്ക് എന്തോരം ഇടണം എന്നുള്ള ആ ഒരു നീളത്തിൽ സാരി കിട്ടി. ഇനി ഞാൻ അതിനെ ഡോറിൽ നിന്ന് എടുത്ത് മാറ്റുക കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ തോളിലേക്ക് ഒന്ന് ഇട്ട് നോക്കിയിട്ട് എനിക്ക് എന്തോരം നീളം വേണമെന്ന് നോക്കി. അപ്പോൾ എനിക്ക് കറക്റ്റ് നീളത്തിന് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ആ സാരി ഇങ്ങനെ അകവും പുറവും ഉള്ള സാരിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ചിട്ട് നമ്മൾ മറ്റേ തലയിലെ സാരിയുടെ ഉള്ളിലേക്ക് ഉടുക്കുന്ന ടക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് ഒരു കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാരി നല്ല സെറ്റപ്പായിട്ട് അവിടെ ഫിറ്റായിട്ടിരുന്നോളും. ഈ ചിലവർക്ക് ഇങ്ങനെ സാരി ഉടുക്കുമ്പോൾ ലൂസായിട്ട് ഇറങ്ങിപ്പോരുമെന്നൊരു സംശയം കാണും. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ കെട്ടിടുവാണെങ്കിൽ ആ കെട്ടുള്ളത് കൊണ്ട് തന്നെ അതിവിടെ ടൈറ്റായിട്ടിരുന്നോളും. പിന്നെ അണ്ടർസ്കർട്ട് കുറച്ച് നന്നായിട്ട് തന്നെ ടൈറ്റായിട്ട് കെട്ടാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മളിതേ സാരി ഫുള്ളിങ്ങനെ ചുറ്റിച്ചെടുത്ത് ബാക്ക് സൈഡിലും നന്നായിട്ട് ഉള്ളിലേക്ക് ടക്ക് ചെയ്ത് വെക്കണം. ഇങ്ങനെ ടക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹീൽസാണ് നമ്മൾ ഇടുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു ലെങ്ത്തിൽ വേണം നമ്മൾ ഉള്ളിലേക്ക് ടക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഹീൽസ് ഇടുന്ന ആ കാര്യം മറന്നിട്ട് നമ്മൾ ടക്ക് ചെയ്യുവാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹീൽസ് ഇട്ട് കഴിയുമ്പം സാരി ഇങ്ങനെ കയറിയിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ നമ്മൾ അങ്ങനെ ഉള്ളിലേക്ക് നന്നായിട്ട് ടക്ക് ചെയ്യുക. എന്നിട്ട് ആ റൈറ്റ് സൈഡിൽ ഫ്രണ്ട് ഭാഗത്ത് വന്നിട്ട് നമ്മളൊന്ന് കുത്തി വയ്ക്കുക. കുറച്ചൊരു തുണി കൂടുതൽ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് അവിടെയും ചെറുതായിട്ടൊന്ന് കുത്തി വെച്ചിട്ട് ആ നമ്മൾ നേരത്തെ പിൻ ചെയ്ത് വെച്ചില്ലേ ആ പ്ലീറ്റ്സിനെ ഇനി കറക്റ്റ് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണം കേട്ടോ. അതിൻ്റെ ആ ഒരു കസവ് കറക്റ്റായിട്ട് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്നത് പോലെ സൂക്ഷിച്ചെടുത്ത് കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ കറക്റ്റ് അളവാണോ എന്ന് നോക്കണം. ഇപ്പം ഞാൻ കുറച്ച് കയറ്റി കുത്തിയില്ല, അപ്പം ഞാനതൊന്ന് ഇറക്കിയിട്ട് എനിക്ക് എന്തോ ഒരു ലെങ്ത്ത് വേണമെന്ന് നോക്കി ഇപ്പം ആ ലെങ്ത്തിനനുസരിച്ച് തിരിച്ചത് അവിടെ ഇങ്ങനെ കുത്തി വെച്ചു. ഇനി ഞാൻ തോളിലേക്ക് ബാക്ക് സൈഡിൽ ഒരു പിന്നിങ്ങനെ കുത്തിയിട്ട് അതിന് സെക്യൂർ ചെയ്ത് വയ്ക്കുവാണ്. ഇനി നേരത്തെ നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് പിന്ന് കുത്തിയ പിന്ന് അഴിച്ചിട്ട് ആ പ്ലീറ്റ്സിനെയൊക്കെ ഒന്ന് നന്നായിട്ട് വിടർത്തി കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ മുകളിലുള്ള ആ പ്ലീറ്റ്സില്ലേ അതിന് നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് വേണം ഈ ബാക്കിയുള്ള നമ്മൾ ഫ്രണ്ടിൽ തുണി ഇട്ടില്ലേ ആ ബാക്കിയുള്ള തുണി
ഞൊറിവെടുക്കാനുള്ളതാണ്. അപ്പം നമ്മൾ ഫ്രണ്ടിലെ ആ ഒരു പ്ലീറ്റ്സ് എടുത്തിട്ട് ഇങ്ങനെ കറക്റ്റ് നന്നായിട്ട് വലിച്ച് പിടിക്കണം കേട്ടോ. കാരണം വലിച്ച് പിടിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ആ മുകളിലുള്ള പ്ലീറ്റ്സ് ഇങ്ങനെ താഴത്തോട്ട് ഇറങ്ങി ഒരു വൃത്തികേടായിട്ട് കിടക്കും. അതുകൊണ്ട് മാക്സിമം തന്നെ നമ്മൾ ആ മുകളിലത്തെ പ്ലീറ്റ്സ് വലിച്ച് പിടിച്ചിട്ട് ഇതുപോലെ ഒരു സ്ലാൻഡിങ് ലൈനായിട്ട്, അതായത് ഒരു ചെരിച്ച് നമ്മുടെ കുറച്ച് താഴത്തായിട്ട് നമ്മൾ അണ്ടർ സ്കേർട്ടിനോട് ചേർത്ത് പിന്ന് കുത്തണം. ഇങ്ങനെ പിന്ന് കുത്തി കറക്റ്റായിട്ട് സെക്യൂറായിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കസവ് ഇപ്പം നിങ്ങൾ കാണുന്നില്ല, ആ ഒരു കസവ് നമ്മൾ സാരി ഉടുത്ത് കഴിയുമ്പോൾ ഒരു നല്ല നമുക്കൊരു ഷേപ്പ് തന്നിട്ട് നന്നായിട്ട് ആ കസവ് അങ്ങനെ ഇരുന്നോളും. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലുള്ള ആ തുണി ബാക്കിയുള്ള തുണിയുടെ ഫ്രണ്ടിലേക്കുള്ള പ്ലീറ്റ്സ് എടുക്കുവാണ്. ചിലവർ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് കേട്ടോ പ്ലീറ്റ്സ് എടുക്കണത്. ഞാൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ കുറച്ച് ഇപ്പം ഞാൻ കാണിച്ച പോലെ കുറച്ച് നമ്മൾ തുണി വിട്ടിട്ട് വേണം പ്ലീറ്റ്സ് എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലീറ്റ്സ് കുത്താൻ നേരത്ത് അതിങ്ങനെ വിടർന്ന് പോണത് പോലെ തോന്നും. അതുകൊണ്ട് കുറച്ച് റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പിടിച്ചിട്ട് കുറച്ചൊന്ന് തുണി വിട്ടതിന് ശേഷം പ്ലീറ്റ്സ് എടുക്കുക. ലാസ്റ്റും ഇതുപോലെ കുറച്ച് തുണി ബാക്കി വരും, അത് നമ്മൾ വിട്ടേക്കുക. ഇല്ലെങ്കിൽ പ്ലീറ്റ്സ് കറക്റ്റായിട്ട് ഇരിക്കില്ല. എന്നിട്ട് നമ്മൾ കൈ വെച്ച് ആ എടുത്തിരിക്കുന്ന പ്ലീറ്റ്സിനെയൊക്കെ നന്നായിട്ടൊന്ന് അടുക്കി പെറുക്കി വെക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പ്ലീറ്റ്സിനെ അടുക്കി പെറുക്കി വെച്ചിട്ട് നന്നായിട്ട് പിൻ ചെയ്ത് സെക്യൂർ ചെയ്യുമ്പം ആ ഫ്രണ്ടിൽ അതിങ്ങനെ കറക്റ്റായിട്ട് അങ്ങനെ ഇരുന്നോളും. അപ്പം ഞാൻ അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പ്ലീറ്റ്സിനെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചിട്ട് അവിടെ ഒരു പിന്ന് കുത്തുകയാണ്. ഇനി ഞാൻ ആ പ്ലീറ്റ്സിനെ ഒന്ന് പിടിച്ചു കൊടുക്കുവാണ് കേട്ടോ. ഒരു ഹാഫ് വേ പിടിച്ചു കൊടുത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് വലിച്ചു വിടുവാണ്. നമുക്ക് ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ ഞാൻ ഉടുക്കുന്ന സാരി അത്ര സ്റ്റിഫായിട്ടിരിക്കുന്ന സാരിയല്ല, അതുകൊണ്ട് അതങ്ങനെ ഇരുന്നോളൂ. നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന പോലെ താഴെ വരെ നമ്മളിങ്ങനെ പിടിച്ചിട്ടൊന്ന് കുടഞ്ഞെടുക്കുവാണെങ്കിൽ പ്ലീറ്റ്സ് കറക്റ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ. നമ്മൾ ഉള്ളിലെ ഭാഗത്ത് ഒരു കുറച്ച് തുണി എക്സ്ട്രാ വന്നില്ല, അതിനെ വലിച്ചിട്ട് വേണം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന പ്ലീറ്റ്സ് ഉള്ളിലേക്ക് ടക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം നന്നായിട്ട് ഇറക്കി തന്നെ ചെയ്യുക, ഇല്ലെങ്കിൽ അവിടെ ഇങ്ങനെ വീർത്തിരിക്കും കേട്ടോ, ഒരുമാതിരി വൃത്തികേടായിട്ടിരിക്കും. ഇനി നമ്മൾ അവിടെ പിടിച്ചിട്ട് ഈ ബാക്കി വന്ന ആ തുണിയില്ലേ അതിങ്ങനെ ഉള്ളിലേക്കൂടെ കൈയിട്ടിട്ട് ആ തുണി ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്ത് പ്ലീറ്റ്സ് അവിടെ കറക്റ്റ് ചെയ്യണം ആ സൈഡിൽ. അപ്പോൾ അവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് പ്ലീറ്റ്സ് വന്നിരിക്കും കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഒരു പ്ലെയിൻ ആകുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല, പ്ലീറ്റ്സ് ആകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. എന്നിട്ട് ആ എക്സ്ട്രാ തുണിയെ ഇങ്ങനെ ഉള്ളിലേക്ക് ടക്ക് ചെയ്യാം. എന്നിട്ട് ഇനി ബാക്കി നമ്മൾ സാരി ആ റൗണ്ട് ചെയ്തെടുത്ത് അവിടെയും കുറച്ച് ഇതുപോലെ പൊങ്ങി നിൽക്കുന്നുണ്ടാവും, അത് ഇങ്ങനെ കൈകൊണ്ട് തന്നെ ബാക്കിലേക്ക് ടക്ക് ചെയ്ത് വയ്ക്കുക. ഇനി ഞാനൊന്ന് പ്ലീറ്റ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കുകയാണ്. ഇതിന് ശേഷം ഞാൻ പോയിട്ട് ഒരു നല്ല അടിപൊളി ബ്ലൗസൊക്കെ ഇട്ടിട്ട് വരാം കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. അറിയില്ല എന്ന് ഇനി ആരും പറയല്ലേ. തീർച്ചയായും നിങ്ങൾ സാരി ഉടുത്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഈ ചാനലിലെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് മുന്നിലെത്തും. പുതിയൊരു വ്ലോഗുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.